എടാ നിന്നോട് ഇതുപോലെ ആയിരുന്നില്ലല്ലോ. 8 മാസം നീ അത് കൂടെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞല്ലേ ഇറങ്ങി. അതായത് ഞാനേ ചവിട്ടി എന്റെ മോൻ ഇത് കണ്ടാവുണ്ടല്ലോ, അവൻ 6 അടി 2 ഇഞ്ച് പൊക്കമാ. നിന്നെ അവൻ ഒറ്റയ്ക്ക് ചവിട്ടല്ലോ, നീ 8 പ്രാവശ്യം വരും. എന്റെ മാനുണ്ടല്ലോ 6 അടി 3 ഇഞ്ച് പൊക്കവാ. അതുകൊണ്ടെന്താ അവൻ അടിക്കൊന്നും വേണ്ട, മാറി ഊരിയാ മതി. 27 പ്രാവശ്യം കുളിക്കും. ഇവനെ കണ്ടോ? ഈ 5-6 ഇവന്റെ മോനെ കണ്ടിട്ടുണ്ടോ? ബോണ്ടൊക്കെ കയ്യും കാലും പറ്റ മാതിരിയായി. ഞാൻ പോണ ഫാമിലി. അപ്പൊ ഇയാളെ ഏത് ഫാമിലി? അല്ല, ഇത് പഴംപൊരി. നീ എന്നെ ഒലത്തോടെ പറ്റി. ഞാൻ നിന്നെ ഒലത്തോടെ പറ്റി. ഇവനെ തല്ലി കൊന്നേ. സംശയമാണെന്ന്. കാരണം നിന്റെ മോന് 6 അടി 3 ഇഞ്ച് പൊക്കമുള്ളതുകൊണ്ട് നിന്നെ അവന് സംശയം. ബാക്കിയുള്ളവരുടെ മനസ്സമാനായിട്ടിരുന്ന് ഉറങ്ങാനും പറ്റൂല. പുളിച്ച സ്മെല്ല്, വളിച്ച സ്മെല്ല്. കള്ളടിച്ചാൽ വയറിനുള്ളിൽ എന്തൊരു സൗണ്ടാണ്. പുളിച്ച സ്മെല്ല്, വളിച്ച സ്മെല്ല്. എന്റെ കളര് വരുമ്പോൾ ദൈവങ്ങള് എടുത്തു മറിഞ്ഞ് ഓളത്ത് മറിഞ്ഞ് എടുത്തു മറിഞ്ഞ്. നിന്റെ തള്ള എവിടാ? തള്ള വിളിക്കണ്. ആരാടാ? ഞാനാണ് എന്റെ കാർത്തേനിയെ. ആ എന്താ പാത്തുമ്മ? തേയിലപ്പൊടി തീർന്നു പോയി. ഇവിടെ ഉണ്ടെങ്കിൽ ഇത്രയും ഇങ്ങോട്ട് തന്നെ. അയ്യോ തേയില തീർന്നല്ലോ. കാപ്പിപ്പൊടി വേണമെങ്കിൽ തരാം. ആ കാപ്പിപ്പൊടി ഇങ്ങനെ കാപ്പിപ്പൊടി ഇത്രയും ഇങ്ങോട്ട്. ആ തരാം. പണ്ടാറോണ ഇത് തീർന്ന് ഇച്ചിരി കഞ്ഞി കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഓ വരാടാ, കിടന്ന് കീറാ കൊണ്ടുവരാൻ. ആടി ഞാൻ പുറത്തോട്ട് പോവുക. മോനെ കുറക്കടെ പഴം കഞ്ഞി കൂടെ. അവന്റെ തടിയൊക്കെ പാലം പോലെ പോരട്ടെ. പോയിട്ട് വേഗം വരണം. ഈ അപ്പനെയും മോനെയും കൊണ്ട് തോറ്റല്ലോ കർത്താവേ. ഇച്ചിരി ഇതിനൊക്കെ വെള്ളം. കൊടുത്ത് ഞാൻ മുടിഞ്ഞു. എന്റെ കർത്താവേ, തിന്നാൻ വേണ്ടി മാത്രം ഉണ്ടായ ജന്മം. ഇച്ചിരി കഞ്ഞി കൂടി ഇതിനകത്ത് പണ്ടാറോടക്കം വെള്ളം മാത്രമാക്കി ഇട്ടിട്ട് പോയേക്കുവാ. അതിനകത്ത് ഉണ്ടടാ, എടുത്ത് വിഴുങ്ങ്. നിന്റെ വല്ല ആൾക്കാരുണ്ടോടാ? കിടക്കിട കണ്ടുടല്ലേ. അറിയിട്ട് വയ്യ. നിന്റെ കെട്ടിയനും തേടി. അത് ഞാൻ എങ്ങാണ്ടോ വെട്ടാനോ തൊളിക്കാനോ പോയി വന്നപ്പോഴത്തേക്ക് നേരം പൂതിരയായിട്ട് തോന്നിച്ചേട്ടാ. ചേടാ നിന്റെ മതിലെല്ലാം തൊലിയും പൊളിഞ്ഞ് വന്നല്ലോ. ഇതൊക്കെ എന്റെ മസിൽ വരാൻ കിടക്കണേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടതാ. നിന്റെ അപ്പന്റെ ഞാൻ കണ്ടിട്ടുണ്ട്. മസിലേ. നിന്റെ അമ്മയ്ക്ക് നിന്റെ അപ്പനെ കുറിച്ച് ഭയങ്കര മതിപ്പാ കേട്ടോ. പ്രേമിച്ച് കിട്ടിയല്ലേ ഇത്തിരി മതിപ്പൊക്കെ ഉണ്ടാവും. അന്ന് നീ ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ടത്തെ കഥകള്. ചരിത്രം കേൾക്കണോ? രാവിലെ എക്സർസൈസ് ചെയ്യാനും സമ്മതിക്കില്ല. വെളുത്തു കഴിഞ്ഞാ മനുഷ്യൻ പതിരാവൻ പണിയാ. പാല് കൊണ്ട് നാടക കല്യാണം. ഞാൻ കഷ്ടപ്പെട്ട് മുട്ടിച്ച് എന്റെ ഉരുളേടാ നിൽക്കാൻ. എടാ നിൽക്കാൻ, എവിടെ നിൽക്കാൻ? ഇത് വാപ്പാടെ ഉമ്മാക്ക് സ്ത്രീധനം കിട്ടിയ ഉരുളിയൊന്നുമില്ലല്ലോ. കരക്കാരുടെ വീട്ടിൽ നിന്ന് മോട്ടിച്ചോണ്ട് വന്നല്ലേ. പതുക്കെ പറയടാ. ഇടയ്ക്കാട്ടമ്പലത്തിന് ദേവിക്ക് കൂട്ടുപായസം വെക്കുന്ന ഉരുളിയാ. വാപ്പ എന്ത് കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയെന്ന് അറിയാവോ? അത് വിറ്റാൽ നിനക്ക് ശാപം കിട്ടും, ദേവി ശാപം കിട്ടും. കട്ടത് വാപ്പല്ലേ,
ശാപം വാപ്പാനെ മേടിച്ചു. എടാ എന്നെ പഴയ കുട്ടിട്ട് ഓടിക്കരുത്, എനിക്ക് ഓടാൻ വയ്യ. പഴയ കുട്ടി പിക്കപ്പില്ല, നിന്റെ ഉമ്മാക്ക് അറിയാതെ. എന്റെ നാട്ടിൽ നിൽക്കും. ഓടാൻ പാടില്ല. ആരാ മോനെ ഇവിടെ?